ഹലോ എവ്രി വൺ, വെരി ഗുഡ് ഈവനിങ്. നമ്മളെ 35ാമത്തെ മാസ്റ്റർ ടോക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം പല പല വിഷയങ്ങൾ, പല പല കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പം ഇന്നത്തെ ഡേ നമുക്കറിയാം, ഓരോ മാസ്റ്റർ ടോക്കിലും നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളത് നമ്മളെ ലൈഫിനെ എനർജൈസ് ചെയ്യുന്ന രീതിയിലുള്ള നമ്മളെ മൈൻഡിനെ, നമ്മളെ ബോഡിയെ, നമ്മളെ സോളിനെയൊക്കെ ഒന്ന് നറിഷ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാറുള്ളത്. ഓരോ ആഴ്ചയും ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുന്നു. ആൻഡ് ഈ ഒരു സമയത്തിന്റെ മാക്സിമം നമ്മൾ ഒരു ഹാഫ് ആൻ അവർ മാത്രമേ ഈ സെഷൻ ഡ്യൂറേഷൻ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിനെ മാക്സിമം ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടിരിക്കുക. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഇതിനു വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ. ആൻഡ് ഓൾസോ ആഫ്റ്റർ ഈ ഒരു സെഷൻ കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ റെക്കോർഡിങ്സ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അപ്പൊ ആ സമയത്ത് നിങ്ങൾ യൂട്യൂബിൽ നിന്നാണ് ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് ഇതിന് വേണ്ടിയിട്ട് തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഈവൻ നിങ്ങൾ മറ്റുള്ള വർക്കിൽ എന്തെങ്കിലുമൊക്കെ ആണ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ കൂടി ഇതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഡേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെ സെൽഫ് ഇമേജിനെ പറ്റിയിട്ടാണ്. ഓക്കെ. അപ്പം ഈ ഒരു മാസ്റ്റർ ടോക്ക് നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുക. ഇന്ന് നമ്മൾ സെൽഫ് ഇമേജിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. നാളെ എന്ത് ചെയ്യും, അതിന്റെ ബാക്കി ഏരിയ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. അപ്പം ഈ രീതിയിലേക്ക് ആയിരിക്കും ഉണ്ടാവുക നമ്മളെ മാസ്റ്റർ ടോക്ക് ഇന്നും. അതുപോലെ തന്നെ നെക്സ്റ്റ് മാസ്റ്റർ ടോക്കുമായിട്ടും പോവാന്നുള്ളതാണ്. ഓക്കെ. അപ്പോ സെൽഫ് ഇമേജ് പലരും കേട്ട ആളുകൾ ഉണ്ടാവും, പലരും ആദ്യമായിട്ടായിരിക്കും സെൽഫ് ഇമേജ് എന്ന് കേൾക്കുന്നത്. ചില ആളുകൾക്കൊക്കെ നല്ല പോലെ അറിയുന്നുണ്ടാവും എന്താണ് സെൽഫ് ഇമേജ് എന്നുള്ളത്. ഓക്കെ. അപ്പം സെൽഫ് ഇമേജ് എന്നുള്ളത് ഏറ്റവും സിമ്പിൾ ആയിട്ട്, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും നമ്മൾ നോക്കുന്നത്, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാണ്, ഒന്ന് കണ്ണടച്ചിട്ട് നിങ്ങളെ പറ്റിയിട്ട് ഒന്ന് കാണാൻ പറയാണ്, നിങ്ങളെ ഒന്ന് കണ്ണടച്ചിട്ട് കാണാൻ പറയാണ്. ആ സമയത്ത് നിങ്ങളെ ഉള്ളില് നിങ്ങളെ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, അതാണ് നിങ്ങളെ സെൽഫ് ഇമേജ്. എങ്ങനെ? നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറയാണ്, ഒന്ന് കണ്ണടച്ചിട്ട് നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പറയാണ്. അപ്പം ആ സമയത്ത് നിങ്ങൾ നിങ്ങളെ എങ്ങനെയാണോ കാണുന്നത്, അതാണ് നിങ്ങളെ സെൽഫ് ഇമേജ്. അത്രേ ഉള്ളൂ. അപ്പം ഈ നമ്മൾ ഇങ്ങനെ കാണുന്ന സെൽഫ് ഇമേജിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ സെൽഫ് ഇമേജ് നമ്മളൊരു GPS പോലെ, നമ്മളെ ലൈഫിന്റെ ഒരു GPS പോലെ വർക്ക് ചെയ്യാം. നമ്മളെ സെൽഫ് ഇമേജ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് നമ്മളെ ലൈഫ് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഈവൻ നമ്മളെ സംസാരം നമ്മളെ സംസാരം നമ്മളെ നടത്തം, നമ്മളെ ചിന്തകള്, നമ്മളെ സ്നേഹം, നമ്മൾ മണി ഏൺ ചെയ്യുന്നത്, നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്, നമ്മളെ റിലേഷൻഷിപ്പ്, നമ്മളെ സ്റ്റഡീസ്, അതുപോലെ നമ്മളെ ബിസിനസ്, ഇതെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മളെ സെൽഫ് ഇമേജ് ആയിട്ടാണ്. നമ്മളെ സെൽഫ് ഇമേജ് ഏത് രീതിയിലാണോ നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ളത്, നമ്മൾ ഏത് രീതിയിലാണോ സെറ്റ് ചെയ്തിട്ടുള്ളത്, അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ആ ലൈഫ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്റെ സെൽഫ് ഇമേജ് ഞാൻ ബിൽഡ് ചെയ്തിട്ടില്ലല്ലോ, ഞാൻ അങ്ങനെ എന്റെ സെൽഫ് ഇമേജ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ. ഓഫ് കോഴ്സ് നിങ്ങൾ ആരും അതിനു വേണ്ടിയിട്ട് അധികം പണിയൊന്നും എടുത്തിട്ടുണ്ടാവില്ല. കാര്യം എന്താന്ന് വെച്ചാൽ, അല്ലെങ്കിൽ കാരണം എന്താന്ന് വെച്ചാൽ, ഈ സെൽഫ് ഇമേജ് ബിൽഡ് ആവുന്ന ഒരു ഏജ് എന്ന് പറഞ്ഞാൽ 0 to 10, 0 to 8, ഈ ഒരു കാലയളവിലാണ്. നമ്മൾ ചെറിയ കുട്ടികളാവുന്ന സമയത്താണ് നമ്മൾക്കുള്ളിൽ സെൽഫ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ സെൽഫ് ഇമേജ് ആണ് പിന്നീട് അങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മളെ ലൈഫിലെ കോൺഫിഡൻസ് ആയിട്ടും കറേജ് ആയിട്ടും ഒക്കെ മാറുന്നത് എന്നുള്ളതാണ്. ബട്ട് ഏറ്റവും വലിയൊരു ഭാഗ്യം, ഓഫ് കോഴ്സ് ഇതിനൊരു ഭാഗ്യം വേണം. കാരണം എന്താ, ഈ സെൽഫ് ഇമേജ് ഒരിക്കലും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതല്ലേ. ഈ ചെറിയ പ്രായത്തിൽ, 0 മുതൽ 10 വരെ അല്ലെങ്കിൽ 8 വയസ്സ് വരെയുള്ള പ്രായത്തിൽ നമ്മളെ സെൽഫ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളെ ചുറ്റുഭാഗത്തുള്ള ആളുകൾ തന്നെയാണ്. നമ്മളെ പാരന്റ്സ് ആണ്, നമ്മളെ സറൗണ്ട്സിലുള്ള ആളുകളാണ്, നമ്മൾ പഠിക്കാൻ പോകുന്ന സ്കൂളാണ്, അവിടുത്തെ ടീച്ചേഴ്സ് ആണ്, നമ്മളെ സഹപാഠികളാണ്, ഇങ്ങനെയെല്ലാമാണ്. അപ്പം ഇതിൽ നമുക്ക് നല്ലൊരു ഭാഗ്യം എന്ന് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സെൽഫ് ഇമേജ് നമുക്ക് എന്താണ്, ഫിക്സഡ് ആയിട്ടുള്ള ഒരു സംഭവമല്ല. ഒരു തവണ ഒരു ഇമേജ് ഉണ്ട്,
ആ ഇമേജ് ഫിക്സ്ഡ് അല്ല, നമുക്ക് എന്ത് ചെയ്യാം, അതിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യാം എന്നുള്ളതാണ്. പ്രോഗ്രാമബിൾ ആണ് എന്ത്, നമ്മളെ സെൽഫ് ഇമേജ് എന്നുള്ളത്. അപ്പം സെൽഫ് ഇമേജിനെ നമ്മൾ ഒന്നും കൂടി ആ, വിശദമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നും കൂടി വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ, സെൽഫ് ഇമേജ് നമ്മൾ, ഞാൻ പറഞ്ഞ പോലെ ഇന്നത്തെ ഡേ നമ്മൾ സെൽഫ് ഇമേജിനെ കുറിച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നെക്സ്റ്റ് മാസ്റ്റർ ടോക്കിൽ നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെ സെൽഫ് ഇമേജ് നമുക്ക് ബിൽഡ് ചെയ്യാം, എങ്ങനെ സെൽഫ് ഇമേജ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം, അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പം സെൽഫ് ഇമേജ്, അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യാം, കണ്ണടച്ചിട്ട് നിങ്ങളെ ഇമേജ് ഒന്ന് കാണാം, നിങ്ങളെ എങ്ങനെയാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കണ്ണടച്ചിരുന്ന് കാണാൻ പറഞ്ഞപ്പോ ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങളെ വെൽത്തിനെ പറ്റിയിട്ട് നിങ്ങളൊരു ഇമേജ് എന്താണെന്നുള്ളതൊന്ന് കാണാൻ വേണ്ടി പറയുമ്പോൾ, നിങ്ങൾ ഇങ്ങനെ കണ്ണടച്ചിട്ട് നിങ്ങൾ നോക്കുമ്പോൾ ഒരു ദരിദ്രമായിട്ടുള്ള ഒരു ഇമേജ് ആണെന്നുണ്ടെങ്കിൽ, ഒരു ദരിദ്രമായിട്ടുള്ള ഒരു ഇമേജ് ആണ് നിങ്ങളെ മൈൻഡിനുള്ളിൽ വരുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങളെ ലൈഫിൽ ഒരു ദാരിദ്ര്യത്തിന്റെ പല ഏരിയകളും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. ഇനി നിങ്ങളെ ലൈഫിൽ നിങ്ങൾ കാണുന്ന ഇമേജ് എന്നുള്ളത് നല്ല ധനികനായിട്ടുള്ള, നല്ല വെൽത്തി ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, ഓഫ് കോഴ്സ് നിങ്ങളെ ലൈഫും പോകുന്നത് വെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും. അപ്പൊ സി, നമ്മളെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് ഉണ്ട്. കരിയർ, റിലേഷൻഷിപ്പ്, ഹെൽത്ത്, ഡ്രീംസ്, ഇങ്ങനെ ഒരുപാട് ഏരിയാസ് ഉണ്ട്. ഇതിനൊക്കെ സെൽഫ് ഇമേജ് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല പോലെ ബാധിക്കുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കരിയർ. കരിയറിൽ നമ്മളെ സെൽഫ് ഇമേജ് എത്രത്തോളമാണുള്ളത്, അതിന് മുകളിലേക്ക് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതിന് മുകളിലേക്ക് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പോൾ എത്രയാണോ നമ്മൾ സെൽഫ് ഇമേജ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ആ ലെവലിൽ മാത്രമേ നമുക്ക് നമ്മളെ കരിയറും നമ്മളെ റിലേഷൻഷിപ്പും ഹെൽത്തും എല്ലാം അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ എന്നുള്ളതാണ്. അപ്പം നമുക്ക് നമ്മളെ കരിയർ നല്ല ബെസ്റ്റ് ആക്കണം, സെറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ സെൽഫ് ഇമേജ് നല്ല പോലെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം എന്നുള്ളതാണ്. ഓക്കെ. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലും പറയുകയാണെങ്കിൽ, നമ്മൾ അട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ അടുത്തേക്ക് വരുന്ന ആളുകൾ നമ്മളെ സെൽഫ് ഇമേജിന് മാച്ച് ആവുന്ന ആളുകളായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ ഭയങ്കര പൊളിഞ്ഞ ഒരു സെൽഫ് ഇമേജുമായിട്ട് കൊണ്ട് നടക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, എന്റെ ലൈഫിലേക്ക് വരുന്ന ഓരോരുത്തരും പൊളിഞ്ഞ ആളുകളായിരിക്കും. ഓക്കെ. അപ്പൊ പറയും, നിനക്കും അങ്ങനത്തെ പ്രശ്നമുണ്ടല്ലേ? യെസ്, എനിക്കും അങ്ങനത്തെ പ്രശ്നമുണ്ട്. ഗുഡ്. നിങ്ങൾക്ക് തമ്മിലല്ല പ്രശ്നം, നിങ്ങളെ സെൽഫ് ഇമേജ് തമ്മിലാണെന്ത് മാച്ച് ആയിരുന്നുള്ളതാണ്. ഓക്കെ. അപ്പം എന്റെ അതേ പ്രശ്നം ബാക്കിയുള്ള ഒരാളെ, നമ്മൾ ആ പ്രശ്നത്തിനുള്ള ഒരാളെ നമ്മൾ കണ്ടെത്തുന്നുണ്ടെങ്കിൽ, നമ്മളെ റിലേഷൻഷിപ്പ് വരെ നമ്മൾ കണക്റ്റഡ് ആവുന്നത് ഒരു പരിധി വരെ നമ്മളെ സെൽഫ് ഇമേജുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളെ സെൽഫ് ഇമേജ് നല്ല ഹൈ ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ നമ്മളെ ബോഡിയെ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും. ഓക്കെ. അതുപോലെ നമ്മളെ ഡ്രീംസ്, ആഗ്രഹങ്ങൾ, നമ്മളെ ബിസിനസ്, ഇതെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മളെ സെൽഫ് ഇമേജുമായിട്ടാണ്. അതായത് ഞാൻ എന്നെ എങ്ങനെ കാണുന്നു അതിനനുസരിച്ച് മാത്രമേ എനിക്ക് എന്നെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. Okay. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പറയുന്ന ഒരു കഥ ഉണ്ട്, ഡയമണ്ടിന്റെ സ്റ്റോറി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എന്നാലും ഒന്നും കൂടി കേൾക്കാം. ഒരു ഡയമണ്ട് കൊടുത്തിട്ട്, അതായത് ഒരു ചെറിയ കുട്ടി ഒരു മുത്തശ്ശന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കാണ്, മുത്തശ്ശ, എന്റെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ്, എന്റെ ജീവിതത്തിന്റെ വാല്യൂ എന്താണ്, എന്റെ സെൽഫ് ഇമേജ് എന്താണെന്ന് ചോദിക്കാണ്. ആ സമയത്ത് മുത്തശ്ശൻ എന്ത് ചെയ്യാണ്, ചെറിയൊരു കല്ലെടുത്തിട്ട് ഈ മകന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ്, എന്ത് ചെയ്യാം, ഇത് നീ ചന്തയിൽ കൊണ്ടുപോയിട്ട് നിൽക്കുക, ചന്തയിൽ നിന്നിട്ട് ഇത് വിൽക്കാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പൊ നിനക്ക് എത്ര രൂപയാണ് കിട്ടുന്നത് എന്നുള്ളത് നോക്കുക, വിൽക്കരുത്, തിരിച്ചു വരിക എന്നുള്ളത്. അപ്പൊ അങ്ങനെ ചന്തയിൽ പോയി നിന്നു. കുറെ സമയം കഴിഞ്ഞപ്പോ അതിലെ പോകുന്ന ഒരു സ്ത്രീ എന്ത് ചെയ്തു, അവിടുന്ന് ചോദിച്ചു, ഇതിന് എത്ര രൂപയാണെന്ന് ചോദിച്ചു. അപ്പൊ മോൻ പറഞ്ഞു, ഇത് വേർത്തി, മീൻസ് ഇതിന്റെ വേർത്ത് ഒന്നും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, ഒന്നും വേണ്ടിയില്ല. ആ സമയത്ത് എന്താണ്, സ്ത്രീ പറഞ്ഞു, നിനക്ക് ഞാൻ എന്ത് ചെയ്യാം, കുറച്ച് പൈസ തരാം, ഒരു 10-20 രൂപ തരാം, നീ ഈ കല്ല് എനിക്ക് തരുമെന്ന് ചോദിച്ചു. മകനെ കണ്ട് സഹതാപം കൊണ്ട് ചോദിച്ചതാണ്. അപ്പൊ മകൻ പറഞ്ഞു, ഇല്ല, അത് വിൽക്കാൻ ഒന്നല്ല എന്ന് പറഞ്ഞു. അവിടുന്ന് എന്ത് ചെയ്തു, ചന്തയിൽ നിന്ന് ഓടി മുത്തശ്ശന്റെ അടുത്ത് പോയി. പിന്നെ മുത്തശ്ശൻ പറയാണ്, നീ എന്ത് ചെയ്യാം, ഇതും കൊണ്ടിട്ട് ഇവിടെ തൊട്ടടുത്തുള്ള ഒരു മ്യൂസിയം ഉണ്ട്, ഈ മ്യൂസിയത്തിൽ പോകും. ഇപ്പൊ മ്യൂസിയത്തിൽ പോണ സമയത്ത് മ്യൂസിയത്തിന്റെ മുന്നിൽ ഇങ്ങനെ പോയി നിന്നു. അങ്ങനെ ഇതുപോലെ വിൽക്കാനുള്ള രീതിയിൽ നിന്ന സമയത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഈ കല്ല് കൊള്ളാലോ, ഞാൻ നിനക്ക് ഇതിന് 1000 രൂപ തരാന്ന് പറഞ്ഞു. ഞാൻ നിനക്ക് ഇതിന് 1000 രൂപ തരാന്ന് പറഞ്ഞു. 1 മിനിറ്റ്.
ഓക്കെ. അപ്പൊ അങ്ങനെ മ്യൂസിയത്തിൽ പോയിരുന്ന സമയത്ത് മകനോട് എന്ത് ചെയ്യാണ്, ഒരു ആൾ വന്നിട്ട് പറയാണ്, എനിക്ക് ഇതിന് 1000 രൂപ തരാൻ, നീ എന്ത് ചെയ്താൽ മതി, കല്ല് എനിക്ക് തന്നാൽ മതി എന്ന് പറയാണ്. അങ്ങനെ മകൻ ഇത് വിൽക്കാനുള്ളതല്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, തിരിച്ച് മുത്തശ്ശന്റെ അടുത്ത് എത്തുകയാണ്. മുത്തശ്ശൻ എഗെയിൻ പറയാണ്, ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയാൽ ഒരു ഡയമണ്ടിന്റെ ഷോപ്പ് ഉണ്ട്, നീ എന്ത് ചെയ്യാം, ഈ ഡയമണ്ടിന്റെ ഷോപ്പിൽ പോയിട്ട് ഒന്ന് ചോദിക്കാം. ഡയമണ്ടിന്റെ ഷോപ്പിൽ ഒന്ന് പോയിട്ട് ചോദിക്കുക, ഇതിന് എത്ര തരാൻ പറ്റും, ഇതിന്റെ വർത്ത് എത്രയെന്ന് ചോദിക്കുക. അപ്പൊ ഡയമണ്ട് ഷോപ്പിൽ പോണ സമയത്ത് അയാൾ പറയാണ്, ഇത് ഒരു ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഡയമണ്ട് ആണ്, ഞാൻ ഒരുപാട് വർഷമായിട്ട് ഇതിനെ തേടി നടക്കുകയാണ്. എന്റെ ഈ കടയും എന്റെ ഈ കടയിലുള്ള എല്ലാ സ്വർണങ്ങളും എന്റെ മുഴുവൻ സമ്പത്തും ഞാൻ നിങ്ങൾക്ക് തന്നാൽ പോലും ഈ കല്ലിന് പകരമാവില്ല, ഈ ഡയമണ്ടിന് പകരമാവില്ല എന്ന് പറയാണ്. അപ്പൊ മകന് ഭയങ്കര അമ്പരന്നുകൊണ്ട് തിരിച്ച് മുത്തശ്ശന്റെ അടുത്ത് പോയിട്ട് പറയാണ്, റിസൾട്ട് മൂന്നെണ്ണാണല്ലോ മുത്തശ്ശ, ഒരാൾ പറഞ്ഞു 10 രൂപ തരാം, ഒരാൾ പറഞ്ഞു 1000 തരാം, ഒരാൾ പറയുന്നു ഇത് സമ്പത്ത്, എന്റെ മുഴുവൻ സമ്പത്തും തരാന്ന് പറയുന്നുണ്ട്. അപ്പം ഇതെന്താന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? സിമ്പിൾ. അതിന്റെ മൂല്യം, അതിന്റെ വേർത്ത് ഇതെന്താന്ന് അറിയുന്ന ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന്റെ മൂല്യം കണക്കാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ നമ്മളെ സെൽഫ് ഇമേജ് എന്താന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ. നമ്മളെ സെൽഫ് ഇമേജ് എന്താണ് നമുക്കറിഞ്ഞാൽ മാത്രമേ നമ്മളെ മൂല്യം, അത് നമ്മൾ അതിനെ കാണുന്നത് 10 രൂപയായിട്ടാണെങ്കിൽ, നമ്മൾ നമ്മളെ സെൽഫ് ഇമേജ് 10 രൂപയായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ലൈഫ് ഏതെങ്കിലും ചന്തയിലായിരിക്കും ഉണ്ടാവുക. നമ്മളെ ലൈഫ് നമ്മൾ ഒരു 1000 രൂപക്കാണ് കാണുന്നതെങ്കിൽ നമ്മൾ ഏതെങ്കിലും മ്യൂസിയത്തിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത ഏതെങ്കിലും ഏരിയയിലായിരിക്കും. എന്നാൽ നമ്മൾ നമ്മളെ കറക്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ നമ്മൾ അലൈൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളെ ലൈഫ് ഇപ്പൊ പോകുന്നത് ഒരു മൈൻഡ്ഫുൾനെസ് സ്റ്റേറ്റിലും അതുപോലെ തന്നെ നമ്മളൊരു പേർപ്പസ്ഫുൾ ലിവിങ്ങിലൊക്കെ ആയിരിക്കും നമ്മളെ ലൈഫ് പോകുന്നുള്ളതാണ്. ഓക്കെ ഡൺ. അപ്പം മെയിൻലി സെൽഫ് ഇമേജ് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ കണ്ണടച്ചിരുന്നിട്ട് നിങ്ങൾക്ക് എന്താണോ നിങ്ങളെ പറ്റിയിട്ട് കാണാൻ പറ്റുന്നത് അതാണ് നിങ്ങളെ സെൽഫ് ലവ്. ഇന്നത്തേക്ക് നിങ്ങൾക്ക് ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ, നിങ്ങളെ സെൽഫ് ഇമേജ് എന്താണെന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ. എന്നിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടീമിനെ പേഴ്സണലി കണക്ട് ചെയ്തിട്ട് പറയാം, അല്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് മാസ്റ്റർ ടോക്കിൽ നമ്മൾ എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും എങ്ങനെ നമുക്ക് സെൽഫ് ഇമേജ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഈ അപ്ഗ്രേഡ് ചെയ്യൽ വളരെ അത്യാവശ്യമാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കുള്ളിൽ ദരിദ്രനായിട്ടുള്ള ഒരു സെൽഫ് ഇമേജ് ആണുള്ളത്, നിങ്ങൾ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബിസിനസ് എന്ത് ചെയ്യും, നിങ്ങളെ തകർക്കും. ഓക്കെ. നിങ്ങളുള്ളിൽ ഒരു തകർന്ന റിലേഷൻഷിപ്പിന്റെ സെൽഫ് ഇമേജ് ആണുള്ളതെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ ചെറുപ്പത്തിലേ കണ്ട് വളർന്നിട്ടുള്ളത്, നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു സെൽഫ് ഇമേജ് അല്ലെങ്കിൽ നിങ്ങളെ സെൽഫ് ഇമേജിൽ ഒരു ഹസ്ബൻഡ് വൈഫ് എന്നുള്ള ഒരു രീതിയിൽ സ്ഥിരം വഴക്ക് കൂടുന്ന അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് പോകുന്ന ഒരു ഹസ്ബൻഡും വൈഫും ആണെന്നുണ്ടെങ്കിൽ ദർ ഇസ് എ പോസിബിലിറ്റി ആഫ്റ്റർ യുവർ മാരേജ് നിങ്ങളെ സെൽഫ് ഇമേജ് എന്താവും, അത് റെപ്ലിക്കേറ്റ് ചെയ്യും. അതായത് നിങ്ങൾ ആഫ്റ്റർ മാരേജിലും ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ്. ഇപ്പം എൻ്റെ ഒരു ഗുരു മുമ്പ് പറഞ്ഞൊരു സ്റ്റോറി ഉണ്ട്. കഥ എങ്ങനെയാന്ന് വെച്ചാൽ, കാലിക്കറ്റ് തിരുവനന്തപുരം ബേസ് ചെയ്ത് വരുന്ന ഒരു മൈൻഡ് പവർ ഇൻസ്റ്റിറ്റ്യൂട്ട് കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു ടീമുണ്ട്. അതിൽ ഡോക്ടർ ജിജി വിജയൻ മാമിന്റെ ഒരു എക്സ്പീരിയൻസ് മുമ്പ് മാം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ്പീരിയൻസ് ഇങ്ങനെയാണ്. ചെറുപ്പത്തിൽ മാം കുട്ടിയായിട്ടിരിക്കുന്ന സമയത്ത് മാമിന്റെ വീട്ടിലേക്ക് മാമിന്റെ ടീച്ചേഴ്സ് വരികയാണ്. ഓക്കെ. ടീച്ചേഴ്സ് വെറുതെ വീട് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ വീട്ടിൽ ടീച്ചേഴ്സ് ഒക്കെ വന്നു. പൊതുവെ നമ്മളൊക്കെ ചെയ്യുന്ന പരിപാടി എന്താണ്, അപ്പൊ ഒന്ന് കുറച്ചൊന്ന് നന്നായി നിൽക്കുമല്ലോ. അപ്പൊ മാം ഇങ്ങനെ നിന്നു. ഞാൻ ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, മാമിന്റെ അമ്മ ആ, കുറച്ച് പലഹാരങ്ങളും ഒക്കെ എടുത്തു വെച്ചു. അപ്പം അവരൊന്ന് അങ്ങോട്ട് മാറി നിന്ന സമയത്ത് മാം എന്ത് ചെയ്തു, ലിച്ചി മാം എന്ത് ചെയ്തു, ആ ബേക്കറീസും അല്ലെങ്കിൽ അത് അവിടെ എടുത്തു വെച്ചിട്ടുള്ള ഐറ്റംസ് ഒക്കെ എടുത്തു കൊണ്ടുപോയി. അപ്പൊ അങ്ങനെ അമ്മയും ടീച്ചേഴ്സും തിരിച്ചു വന്ന സമയത്ത് ടേബിളിൽ ഒന്നുമില്ല, സ്നാക്സ് ഒന്നുമില്ല. അത് തപ്പി നോക്കുമ്പോൾ ജിജി മാം എന്ത് ചെയ്യാണ്, ഒരു അലമാരയുടെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് ഇങ്ങനെ കഴിക്കാണ്. ചെറിയ കുട്ടിയാട്ടോ. അപ്പം ആ സമയത്ത് അമ്മ എന്ത് ചെയ്യാണ്, അവിടുന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് വഴക്ക് പറയാണ്, തല്ലാണ്. അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ്. ആ സമയത്ത് ജി മാമിന് വന്നിട്ടുള്ള ഒരു ഫിയർ ഉണ്ട്. അതായത് കുറച്ച് ആളുകൾ കൂടി നിൽക്കുന്ന സമയത്ത് അവിടുന്ന് ഒരു സാധനം എടുക്കാനോ അല്ലെങ്കിൽ അവിടെ ഒരു ചെറിയൊരു കാര്യം ചെയ്യാനോ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഫിയേഴ്സ് വന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ആ സെൽഫ് ഇമേജിൽ എന്തുണ്ടായിട്ടുണ്ട്, ചെറുപ്പത്തിലുള്ള സെൽഫ് ഇമേജിൽ ചെറിയൊരു കോട്ടം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആഫ്റ്റർ ഒരുപാട് വർഷത്തിന് ശേഷം നമുക്ക് ആ ഒരു പ്രശ്നം നമ്മുടെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കുന്നുള്ളത്. അപ്പം നിങ്ങൾ ലൈഫ് മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്യാം. ഇപ്പൊ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങളേതല്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കാത്ത എന്തൊക്കെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നോക്കാം. അതും നിങ്ങളെ സെൽഫ് ഇമേജ് ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഇപ്പൊ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്, ആ പ്രശ്നത്തിലെ നിങ്ങളെ സെൽഫ് ഇമേജ് എന്താണ്?
ഓക്കെ, അതിനൊന്ന് നല്ല പോലെ അനലൈസ് ചെയ്ത് ഒന്ന് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇതാണ് നിങ്ങൾക്ക് ഈ വീക്കിലേക്ക് ചെയ്യാനുള്ള സംഗതി. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും എങ്ങനെ നമുക്ക് നമ്മളെ സെൽഫ് ഇമേജ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇന്നത്തെ ഡേ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് അനലൈസ് ചെയ്യാം. എന്താണ് എൻ്റെ സെൽഫ് ഇമേജ്, എൻ്റെ സ്റ്റഡി ബേസിൽ എൻ്റെ സെൽഫ് ഇമേജ് എന്താണ്, എൻ്റെ വൈഫ് എന്നുള്ള രീതിയിൽ എൻ്റെ സെൽഫ് ഇമേജ് എങ്ങനെയാണ് പോകുന്നത്, ആസ് എ ഹ്യൂമൻ എന്നുള്ള രീതിയിൽ എൻ്റെ സെൽഫ് ഇമേജ് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇത്ര മാത്രമാണ് ഇന്നത്തെ ഡെയിലി ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് മാസ്റ്റർ ടോക്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇതിന്റെ കണ്ടിന്യൂഷൻ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എനിവേ ഇന്നത്തെ മാസ്റ്റർ ടോക്കിന് വന്നിട്ടുള്ളവരോട് ഞാൻ നന്ദി പറയാണ്. താങ്ക് യു സോ മച്ച്.